ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. പൊതുവേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ടോപ്പിക്കാണ് ഞാൻ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത്. വാരണാശ്രമധർമ്മം, വർഗീയത. ആൾക്കാർക്ക് കീഴ്ജാതി മേൽജാതി എന്ന സംഭവം ആർക്കും ഇഷ്ടമല്ല. എന്നാലും അങ്ങനത്തെ ഒരു സംഭവം എങ്ങനെ ഉണ്ടായി? അത് മനുഷ്യരുണ്ടാക്കിയതാണോ, ദൈവം ഉണ്ടാക്കിയതാണോ, അല്ലേ അത് ഓരോരുത്തരുടെ സ്വഭാവം കാരണം ഉണ്ടാവുന്നതാണോ? നമുക്കത് ഭഗവത്ഗീതയിൻ്റെ കാഴ്ചപ്പാടിൽ കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമ്മൾ കേട്ടിരിക്കുന്ന ഒരു ശ്ലോകമാണ് ജന്മനാ ജായത്തെ ശൂദ്ര സംസ്കാരേത് ഭവേത് ദ്വിജ. അതിൻ്റെ അർത്ഥം, ജന്മം കൊണ്ട് ഒരാൾ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചാൽ പോലും അവൻ ഒരു ശൂദ്രനാണ്. സംസ്കാരം കൊണ്ട്, അല്ലെ പഠിപ്പ് കൊണ്ട്, സ്വഭാവം കൊണ്ട്, ആപ്റ്റിറ്റ്യൂഡ് കാരണം, അവൻ പഠിച്ചെടുക്കുന്ന കൾച്ചർ കാരണം അവൻ ഒരു ബ്രാഹ്മണനാവാം. നേരത്തെ നമ്മൾ ഗുണങ്ങളെക്കുറിച്ച് പഠിച്ചായിരുന്നു. തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം. അപ്പോൾ ഈ ഗുണങ്ങളുടെ റേഷ്യോ ഓഫ് മിക്സ് കാരണമാണ് ഈ വർണ്ണങ്ങൾ വരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കളേഴ്സൊക്കെ മിക്സ് ചെയ്യൂലേ, പ്രൈമറി കളേഴ്സാണ് യെല്ലോ, റെഡ്, പിന്നെ ബ്ലൂ. അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് വേറെ കളറുകൾ കിട്ടും. ഇപ്പോൾ ബ്ലൂവും റെഡും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വയലറ്റ് കിട്ടും, അല്ല റെഡും യെല്ലോവും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓറഞ്ച് കിട്ടും. അങ്ങനെ ഗ്രീൻ കിട്ടും. യെല്ലോവും ബ്ലൂവും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീൻ കിട്ടും. അങ്ങനെ നമുക്ക് പല വർണ്ണങ്ങളും കിട്ടും. അതേപോലെ നമ്മൾ ഈ തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം, ഈ ഗുണങ്ങളിൽ ഓരോ റേഷ്യോയിലും മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു ശൂദ്രൻ്റെ സ്വഭാവം. കൂടുതൽ തമോ ഗുണം ഉള്ളപ്പോൾ ഒരു ശൂദ്രൻ്റെ സ്വഭാവമായിരിക്കും. കൂടുതൽ രജോ ഗുണം ഉള്ളപ്പോൾ ഒരു വൈശ്യൻ്റെയോ ക്ഷത്രിയൻ്റെയും സ്വഭാവമായിരിക്കും. കൂടുതൽ സത്വഗുണം ഉള്ളപ്പോൾ നമുക്ക് ബ്രാഹ്മണൻ്റെ സ്വഭാവമായിരിക്കും. ജനിക്കുമ്പോൾ എങ്ങനെയാണോ ഒരു കൊച്ചിന് ഒന്നുമേ അറിഞ്ഞുകൂടാ, എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്, അതേപോലെയാണ് ഒരു ശൂദ്രൻ്റെ സ്വഭാവം. അപ്പോൾ എന്തെങ്കിലും കാര്യം ചെയ്ത് എടുക്കണമെങ്കിൽ അയാൾക്ക് ഓരോ സ്റ്റെപ്പും പറഞ്ഞു കൊടുക്കണം. ഇത് ചെയ്യ്, അത് ചെയ്യ്, എന്നാലേ അയാൾ ചെയ്യുള്ളൂ. സ്വയമായിട്ടൊരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അയാൾ ഒന്നും ചെയ്യൂല. അതാണ് ഒരു ശൂദ്രൻ്റെ സ്വഭാവം. അയാൾ അങ്ങനത്തെ ഒരു ശൂദ്ര മെൻറ്റാലിറ്റി ഉള്ള ഒരാൾ എങ്ങാനും കുറച്ച് മാത്തമാറ്റിക്സ് ഒക്കെ പഠിച്ച് കുറച്ച് റെസ്പോൺസിബിലിറ്റി എടുക്കാൻ തയ്യാറാവുമ്പോൾ അയാൾക്കൊരു വൈശ്യൻ്റെ സ്വഭാവം വരും. കുറച്ച് ബിസിനസ് ചെയ്യാൻ പഠിക്കാം, അല്ലെങ്കിൽ അഗ്രികൾച്ചർ, അല്ലെങ്കിൽ പശുക്കളെ സംരക്ഷിക്കാൻ, അങ്ങനത്തെ കൃഷി, ഗോരക്ഷ, വാണിജ്യം, അതാണ് വൈശ്യകർമ്മ സ്വഭാവജം. ഭഗവത്ഗീതയിൽ നിന്നാണ് വായിച്ചത്. അതേപോലെ ശൂദ്രൻ്റെ ആണെങ്കിൽ പരിചര്യാത്മകം കർമ്മ ശൂദ്രസ്യാപി സ്വഭാവജം. പരിചര്യ എന്ന് പറഞ്ഞാൽ വേറൊരാളുടെ സേവനം ചെയ്യുന്നതാണ് ശൂദ്രൻ്റെ സ്വഭാവം. എന്ന് പറഞ്ഞാൽ വേറൊരാൾ പറയുന്നത് പോലെ ചെയ്യുന്നതാണ് ശൂദ്രൻ്റെ സ്വഭാവം. സ്വന്തമായിട്ടൊരു മനസ്സും ബുദ്ധിയും ഇല്ല, സ്വന്തമായിട്ട് ചെയ്യാൻ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് വേറൊരാൾ പറഞ്ഞു കൊടുക്കുന്ന പോലെ ചെയ്യണം. അതാണ് ഒരു കൊച്ചിൻ്റെയോ ഒരു ശൂദ്രൻ്റെയോ ഒരു സ്വഭാവം. അപ്പോൾ കുറച്ച് ശൂദ്രന്മാരുടെ റെസ്പോൺസിബിലിറ്റിയും പശുക്കളുടെയും അഗ്രികൾച്ചറിൻ്റെയും റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വൈശ്യരാവാൻ പറ്റും. അതിനും അപ്പുറമാണ് കുറച്ചും കൂടി വലിയ റെസ്പോൺസിബിലിറ്റി. ക്ഷത്രിയന്മാർ ഒരു നാടിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കാനുള്ള പ്രവണത കാണിക്കുന്നു. അപ്പോൾ ആപ്റ്റിറ്റ്യൂഡാണ് മെയിൻ ഓരോരുത്തരുടെ ജോലി തീരുമാനിക്കുന്നത്. പിന്നെ അതിനും അപ്പുറം ക്ഷത്രിയരെ പോലും ഒരു ഡയറക്ഷൻ കാണിക്കുന്നതാണ് ബ്രാഹ്മണാസ്ക്ക് കർമ്മത്തിനെക്കുറിച്ചും ഭഗവാനെക്കുറിച്ചും സമയത്തിനെക്കുറിച്ചും എല്ലാം അറിയാം. അതുകൊണ്ട് ഒരു ഡയറക്ഷൻ കൊടുക്കാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ആണ് അവർക്ക് ബ്രാഹ്മണ എന്നും പറഞ്ഞൊരു പേര് കൊടുക്കുന്നത്.
ആ ലെവൽ വരുന്നത്. അവർക്ക് കുറേ ഹയർ റെസ്പോൺസിബിലിറ്റീസാണ്. ഒരു ശൂദ്രൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അയാൾക്ക് ഒരു ചെറിയ പണിഷ്മെൻറ്റേ ഉള്ളൂ. പക്ഷെ ഒരു വൈശ്യോ ക്ഷത്രിയനോ അതേ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണെന്നാണ് എടുക്കുന്നത്. അതുകൊണ്ട് അയാൾക്ക് കുറച്ചും കൂടി വലിയ പണിഷ്മെൻറ്റാണ്. അതേസമയം ഒരു ബ്രാഹ്മണൻ അതേ തെറ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് അതിനേക്കാളും വലിയൊരു പണിഷ്മെൻറ്റാണ്. കാരണം എല്ലാം അറിയുന്ന ബ്രാഹ്മണനാണ് ആ തെറ്റ് ചെയ്യണത്. അതുകൊണ്ട് ബ്രാഹ്മണേഴ്സിന് കൂടുതൽ റെസ്പോൺസിബിലിറ്റിയും അതേസമയം തെറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ പണിഷ്മെൻറ്റും കൂടിയാണ്. കാലത്ത് വർഗീയത ഒന്നും നോക്കുന്നില്ലെങ്കിൽ പോലും ഓരോരുത്തരും ഓരോ പ്രൊഫഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലേബറർ ക്ലാസ് എന്ന് പറയുമ്പോൾ അവർ ശൂദ്രമാണ്. വേറെ ആൾക്കാരുടെ സർവീസ് ചെയ്യുന്നു, അത് ശൂദ്രമാണ്. വൈശ്യ എന്ന് പറയുമ്പോൾ പശുക്കളെ സംരക്ഷിക്കണു, അല്ലെങ്കിൽ അഗ്രികൾച്ചർ ചെയ്യണു, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യണു. ഇവരെല്ലാവരും ഈ കാലത്തെ വൈശ്യാസാണ്. ക്ഷത്രിയർ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കാലത്ത് നമ്മൾ കാണുന്ന പോലീസ്, ജഡ്ജ്, ലോയർ, നേവി, ആർമി, എയർഫോഴ്സ്, ഇതിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ക്ഷത്രിയ വർഗത്തിൽ പെടും. പിന്നെ ഒരു ക്ലാസ്സാണ്, ഇപ്പോഴത്തെ പുതിയ ക്ലാസ്സാണ് ഈ പൊളിറ്റിക്കലി ഇലക്ഷനിൽ ജയിച്ച മിനിസ്റ്റേഴ്സ്. അവർ ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ തരം ആൾക്കാരാണ്. കാരണം ഒരു ശൂദ്ര ക്ലാസ്സും മെൻറ്റാലിറ്റി, ഒരു പഠിപ്പും ഇല്ലാത്ത ആൾക്കാർ എങ്ങാനും ആ ഇലക്ഷനിൽ ജയിച്ച്, പോപ്പുലാരിറ്റി കാരണം ജയിച്ച് അവരൊരു മിനിസ്റ്ററിൻ്റെ പോസ്റ്റ്, അതിൻ്റെ അത്രയും റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള ഒരു പോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവർ എത്രമാത്രം നന്നായിട്ട് ചെയ്യാൻ പറ്റും ആ ജോലി. അപ്പോൾ ക്ഷത്രിയൻ്റെ ഒരു ക്ഷത്രിയൻ്റെ ക്വാളിറ്റീസാണ് ഹീറോയിസം, പവർ, ഡിറ്റർമിനേഷൻ, റിസോഴ്സ്ഫുൾനെസ്, കറേജ് ഇൻ ബാറ്റിൽ, ജനറോസിറ്റി ആൻഡ് ലീഡർഷിപ്പ്. ഈ നാച്ചുറൽ ക്വാളിറ്റീസ് ഉള്ള ആളാണ് ക്ഷത്രിയനാവേണ്ടത്. അപ്പോൾ ഒരു മിനിസ്റ്ററൊക്കെ ആവണമെങ്കിൽ അയാൾ ഈ ക്ഷത്രിയൻ്റെ ധർമ്മം പാലിക്കാനുള്ള ക്വാളിറ്റീസ് വേണം. അപ്പോൾ ഒരു ശൂദ്ര ക്വാളിറ്റി ഉള്ള ആൾ ക്ഷത്രിയനായിട്ട് ഒരു മിനിസ്റ്റർ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ കേട് നാട് തന്നെ അനുഭവിക്കേണ്ടി വരും. ഉദാഹരണത്തിന് ഡെമോക്രസീനെ കുറിച്ച് പറയാം. സപ്പോസ് എല്ലാ ജീവജാലങ്ങൾക്കും അവരുടെ ഒരു ലീഡറിനെ തിരഞ്ഞെടുക്കാനുള്ള അവസരം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, കൂടുതൽ ജീവജാലങ്ങൾ എന്തൊക്കെയാണ്? ചിലപ്പോൾ വൃക്ഷങ്ങളും പുഴുക്കളോ അല്ലെങ്കിൽ കൊതുകായിരിക്കും. അപ്പോൾ കൊതുകാണ് ഭൂരിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊതുകിനെ ആയിരിക്കും അവർ തിരഞ്ഞെടുക്കണത് രാജാവായിട്ട്. അപ്പോൾ ഒരു കൊതുകാണ് ഒരു നാടിനെ ഭരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട് എങ്ങനെ ഇരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചോര കുടിക്കണ കൊതുകുകളായിരിക്കും. ഓക്കെ, അപ്പോൾ വേറെ ഇപ്പോൾ മനുഷ്യരും ഉണ്ട് ആ ലോകത്ത്, അല്ലേ? മനുഷ്യരും ഉണ്ട്, വേറെ ജീവജാലങ്ങളും ഉണ്ട്. പക്ഷേ കൊതുകാണ് ആ നാട് ഭരിക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും ആ നാട്, ഏത് ഡയറക്ഷനിലായിട്ടായിരിക്കും പോകുന്നത്? അങ്ങനെ മനസ്സിലാക്കാം നമ്മൾ എങ്ങനെയാണ് നമ്മുടെ രാജാവിനെ അല്ലെ ഒരു മന്ത്രിനെ തിരഞ്ഞെടുക്കുന്നത്, ഏത് രീതിയിലാണ് വേണ്ടതെന്ന് നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ആപ്റ്റിറ്റ്യൂഡ് കാരണം ഒരാൾക്ക് ബ്രാഹ്മണനാവാൻ താല്പര്യമുണ്ടെങ്കിൽ അയാൾ ഒരു ഗുരുവിനെ സമീപിച്ച് അയാളുടെ ശൂദ്ര ലെവലിൽ നിന്ന് പുരോഗമിച്ച് ഒരു ബ്രാഹ്മണനാകാൻ പറ്റും. മന്ത്രങ്ങളൊക്കെ പഠിച്ച് കുറച്ച് പവർഫുള്ളായിട്ട് അവർക്ക് ചിന്തിക്കാൻ പറ്റും. കുറച്ച് ഉയർന്ന ചിന്താഗതി വരും. അവരുടെ സെൽഫിഷായിട്ടൊരു ചിന്താഗതിയിൽ നിന്ന് നാടിന് വേണ്ടിയിട്ട്, സമുദായത്തിന് വേണ്ടിയിട്ട് എന്നൊക്കെ ചിന്തിക്കാനുള്ള കഴിവ് അവർക്ക് കിട്ടും. അതുകൊണ്ടാണ് അവർ ബ്രാഹ്മണാസ് എന്ന് പറയുന്നത്. ഭഗവാനെ കുറിച്ചും ചിന്തിക്കാൻ പറ്റും. ഭഗവാനും മനുഷ്യരും തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അവർക്ക്. അതാണ് ബ്രാഹ്മണരുടെ ജോലി. അപ്പോൾ അവരുടെ ലക്ഷണങ്ങൾ കാണാം. സമോ ദമസ് തപസ് ശൗചം ശാന്തിർ ആർജ്വമേവച്ച ജ്ഞാനം വിജ്ഞാനം ആസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം എന്ന് പറഞ്ഞാൽ പീസ്ഫുൾനെസ്, സെൽഫ് കൺട്രോൾ, ഓസ്റ്ററിറ്റി, പ്യൂരിറ്റി, ടോളറൻസ്, ഓണസ്റ്റി, നോളജ്, വിസ്ഡം ആൻഡ് റിലീജിയസ്നെസ്. ഇതാണ് ഒരു ബ്രാഹ്മണൻ്റെ നാച്ചുറൽ ക്വാളിറ്റീസ്. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയണു, എല്ലാവരും അവരവരുടെ ജോലിയും ചെയ്യണം, കൃഷ്ണന് വേണ്ടി ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ അതിലൊരു പെർഫെക്ഷൻ കിട്ടും.
പറയുന്നുണ്ട്, സ്വന്തം ജോലിയിൽ ഏർപ്പെടുന്നതാണ് നല്ലത്. അങ്ങനെ ചെയ്യുമ്പോൾ സ്വന്തം ജോലി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. വേറെ ആളുടെ ജോലി നമ്മൾ എടുത്ത് ചെയ്യാൻ പാടില്ല. സ്വന്തം ജോലി ചെയ്യുമ്പോൾ അതിൽ ഒരു പാപവും ഇല്ല എന്നാണ് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നത്. അപ്പോൾ ഒരു ബ്രാഹ്മണൻ്റെ പ്രവണത ഉള്ള ആൾ ബ്രാഹ്മണൻ്റെ ജോലി ചെയ്യണം, ക്ഷത്രിയൻ്റെ പ്രവണത ഉള്ള ആൾ ക്ഷത്രിയൻ്റെ ജോലി ചെയ്യണം, ശൂദ്രൻ്റെ പ്രവണത ഉള്ള ആൾ ശൂദ്രൻ്റെ ജോലി ചെയ്യണം. വേറൊരാളുടെ ജോലി ചെയ്യാൻ പാടില്ല. ചെയ്യുന്ന ജോലി കൃഷ്ണന് വേണ്ടി ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മൾ അതിൻ്റെ റിസൾട്ട്സ് കൃഷ്ണന് വേണ്ടി അർപ്പിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാം പെർഫെക്റ്റ് ആണെന്നാണ് കൃഷ്ണൻ പറയുന്നത്. ഹരേ കൃഷ്ണ.